മണിയുടെ ലൈബ്രറിയുടെ ആ ചടങ്ങ് കൈരളി ചാനൽ ലൈവ് കൊടുത്തിരുന്നു. പക്ഷെ മണിയുടെ നാട്ടുകാർക്ക് മണിയെക്കുറിച്ച് അമിത പ്രതീക്ഷ. എന്ന കാരണം അറിയോ, മണി ഇങ്ങനെ ചെയ്ത് നാട്ടുകാരുടെ പ്രതീക്ഷയുടെ ലെവൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനിയും ചെയ്യണം നാട്ടുകാരുടെ ആഗ്രഹം. എന്നറിയാം, മണി ചെയ്യും തോറും നേരത്തെ മണി പൈസയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. മണി ഇനിയും ചെയ്യണം, മണിക്ക് ഇനിയും ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ മണിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞ കേൾക്കുക. ഹായ് മോൻ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കളിച്ചു വളർന്ന സ്കൂളിൽ ഈ തവണ 100% വിജയം വരിച്ചു. നമ്മൾ കാണാത്ത കാര്യങ്ങളും കേൾക്കാത്ത കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ സ്കൂളിനെ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. മോൻ ഇതിനെക്കുറിച്ച് ഒന്നും അവിടെ വന്നു നോക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങളും പലതും ചെയ്തിട്ടുണ്ട്. ആ സ്കൂളിന് വേണ്ടിയിട്ട് ബസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള സാധനങ്ങൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തവണ 100% വിജയം വരിച്ച ആ സ്കൂളിന് വേണ്ടിയിട്ട് മോൻ എന്തുകൊണ്ട് അവിടെ വന്നില്ല? വിളിച്ചാലേ പോകാൻ പറ്റുള്ളൂ. വിളിച്ചില്ലേ അവര്? വിളിക്കാതെ എങ്ങനെ പോണേ? ഞാൻ ആ സ്കൂളിലേക്കൊക്കെ സൗണ്ട് സിസ്റ്റം വരെ എടുത്തു കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ഒരുപാട് ചെയ്തു എന്ന് പറയുന്നുണ്ട് അവര്. നമുക്ക് എന്റെ ജോലികളില്ലേ സാറേ? ചാലക്കുടി സ്കൂള് മണി ഒരുപാട് സഹായിച്ച സ്കൂളിന്റെ ആൾക്കാർ ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. മണി ആ സ്കൂളിലേക്ക് വിളിക്കണം. വിളിച്ചു കഴിഞ്ഞാൽ അതിന് നേട്ടം മണിക്കല്ല, നിങ്ങൾക്കാ. മണി അതുപോലെ തന്നെ തിരക്കഥ നോക്കില്ല, സെലക്റ്റീവ് അല്ല. മണി കിട്ടുന്ന രംഗങ്ങള് ഞാൻ പറയുന്നല്ല, മണിയുടെ വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞാണ്. ആളിപ്പ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെയുണ്ട്, നോക്കിക്കോളൂ. സെലക്ഷൻ പടങ്ങളിൽ അത് കൊലക്കൊടിപ്പിക്കുന്നതിന് വലിയ അറിഞ്ഞുകൊണ്ട് പോയിട്ട് നമ്മൾ കഴുത്ത് വെച്ചു കൊടുക്കില്ലേ, അങ്ങനെ നീ കുറെ സിനിമകൾ ചെയ്തു. നിനക്ക് ബുദ്ധിയില്ലാണ്ടല്ല, നിനക്കറിയാം ഈ പടങ്ങളൊക്കെ ഏത് നിലയിൽ പോകുന്നു. പക്ഷെ എന്നാൽ പോലും അതിലൊക്കെ പോയിട്ട് അഭിനയിച്ചു. അതെന്തിനായിരുന്നു? വേണ്ടായിരുന്നില്ലേ? ഇപ്പൊ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് തിരക്കഥ വായിക്കാതെ പോകുന്നു അല്ലെ ശ്രദ്ധിക്കാതെ പോകുന്നു പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ, എനിക്ക് സാറ് നല്ലൊരു സബ്ജക്ട് എഴുതി നാളെ തരോ? നല്ലൊരു സബ്ജക്ട് എനിക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടാ. ആ കരിമാടിക്കൂട്ടനോ വാസന്തിലക്ഷ്മിയോ അങ്ങനെയുള്ള പോലത്തെ ഒരു സബ്ജക്ട് എനിക്ക് എഴുതി തരാമോ? നല്ല സബ്ജക്ട് കിട്ടിയാൽ ഞാൻ നന്നായിട്ട് അഭിനയിക്കും. പിന്നെ എനിക്ക് ആരെ പറഞ്ഞ മാതിരി ഞാൻ വെറുതെ വീട്ടിലിരിക്കാൻ പറ്റോ? പിന്നെ സല്ലാപത്തിൽ കണ്ടതുമാതിരി തെങ്ങിന്റെ മുകളിൽ എറിഞ്ഞ് വീണ്ടും തേങ്ങയിടാൻ പറ്റോ? ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് ചാലക്കുടി പോകാൻ പറ്റോ? നമുക്കിപ്പോ കിട്ടുന്ന അവസരങ്ങളല്ലേ ഇത്, കുറച്ച് നാളുകളുള്ളൂ. അതാരും മനസ്സിലാക്കണില്ല എന്നുള്ള ആ സമയം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആക്കണ്ടേ? മണി മണി നാദൃഷയെ പോലുള്ള ആൾക്കാർ പറയുന്നതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി സെലക്റ്റീവ് ആയിരുന്നെങ്കിൽ മണി കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടുമായിരുന്നു. ഞാൻ സെലക്റ്റീവ് എന്ന് ചോദിച്ചതിന് ഒരു കാര്യം പറഞ്ഞത്, ഇവിടെ കുറെ ആൾക്കാർക്ക് സബ്ജക്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നല്ലൊരു സബ്ജക്ട് എനിക്ക് എന്താ തരാത്ത? ഈ പുതിയ സംവിധായകന്മാർ, പുതിയ ന്യൂ ജനറേഷൻ പടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മണി ശ്രദ്ധിക്കുന്നുണ്ടോ? വലിയൊരു സംവാദം ഉണ്ടാകുന്നു. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ ജോക്കി ജട്ടി വെളിയിൽ കാണിച്ചു നടക്കുന്ന ആൾക്കാരാ. നമുക്കൊന്നും പറ്റില്ല. ന്യൂ ജനറേഷൻ സമം ജോക്കി ജട്ടി പുറത്ത് കാണിക്കല്. അല്ല അതെന്ത് സാറെ വേണമെങ്കിൽ ഏതെങ്കിലും മിക്സ് ചെയ്തോളൂ. അല്ല ഞാൻ അതിനെ ഒന്നും കൂടെ എന്റെ തലയിലേക്ക് ഞാൻ കയറ്റിയതവനെ. ഓ എന്നാ സംഭവം, ഞാൻ ഭയങ്കര ആളാണ്. ഇത്ര ലളിതമായിട്ട് ഹൃദ്യമായിട്ടും വലിയൊരു സിനിമ എന്താ പറയണ്ടേ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഒരു പുതിയ സിനിമാ സംവിധാനത്തെ വളരെ ലളിതമായിട്ട് ഹൃദ്യമായിട്ടും മണി അങ്ങോട്ട് വിശദീകരിച്ചു. സിനിമ മൊത്തമല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. അല്ല മനസ്സിലായി, ന്യൂ ജനറേഷൻ സിനിമകൾ ഉദ്ദേശിച്ചുകൊണ്ടൊരു സംഭവം. ഈ ന്യൂ ജനറേഷൻ സിനിമകൾ മണിയെ പോലുള്ള കലാകാരന്മാർക്ക് വേണ്ടത്ര ഒരു സ്ഥാനം തരാത്തതുകൊണ്ടുള്ള ഒരു വിഷമാണോ? ഞാൻ ന്യൂ അല്ലല്ലോ, നമ്മൾ ന്യൂ ജനറേഷൻ അല്ലല്ലോ. നമുക്ക് കിട്ടുന്ന ക്യാരക്ടറുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓരോ പടങ്ങളും, അമൽ നീരജിന്റെ പടം, അൻവറിന്റെ പടം, ചോട്ട മുംബൈ, അങ്ങനെ ചില ക്യാരക്ടർ കിട്ടിയാൽ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് അഭിനയിക്കുന്ന ആളാണ് ഞാൻ. മണി അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റോൾ ഉണ്ടാവില്ലേ മണി എന്നുള്ള കലാകാരൻ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു വേഷം തരണ്ട സാറേ. ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹിക്കുന്ന വെച്ചാൽ ഏത് വേഷം കിട്ടിയാലും ഞാൻ നന്നായിട്ട് അഭിനയിക്കും. ചില വേഷങ്ങൾ മോശമായിരിക്കും, ആ വേഷത്തിൽ ഞാൻ അതേമാതിരി അഭിനയിക്കും. എന്ത് ചെയ്യാൻ പറ്റാ? മണി ഈ പറഞ്ഞ അന്യഭാഷകളിൽ മുഴുവൻ വില്ലൻ വേഷമാണല്ലേ? അല്ല, ഇപ്പൊ അഭിനയിച്ചൊരു പടമുണ്ട് ശരവണപുരം, ശങ്കരാപുരം, അതാ. അതിനകത്ത് ഹീറോയ്ക്ക് തുല്യമായിട്ടുള്ള വേഷം 3 ഘട്ടങ്ങളാണ്. അതല്ലെങ്കിൽ തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ മണിയെ ഉപയോഗിക്കുന്ന നല്ലൊരു വില്ലനായിട്ടാണ്. പക്ഷെ ഞാൻ വീട്ടിൽ നല്ലൊരാളാ. നാട്ടുകാർക്ക് നിങ്ങളൊക്കെ സമ്മതിച്ചോ?
എന്നാ കൈയടിച്ചു കൊടുക്കുക നല്ല ആളാന്ന് പറയുന്നത്. മണി നല്ലൊരു കാര്യം പറഞ്ഞ് ഞാൻ മണിയെ കണ്ടോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവരോട് ഈ നന്മ വർദ്ധിക്കാൻ വേണ്ടിയാ പറയണേ. തീർച്ചയായിട്ടും നന്മ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ, വേറെ ഒന്നുമില്ല. മണി പക്ഷേ ഒരു കലാകാരൻ മാത്രമല്ല, നല്ലൊരു പാചകക്കാരൻ കൂടിയാണ്. നന്നായിട്ട് കുക്ക് ചെയ്യണ കാണണ്ടോ ഉണ്ടാവല്ലോ. നന്നായിട്ട് കുക്ക് ചെയ്യും അല്ലേ? അതാണ് ഒരു മനസ്സ്, ഏറ്റവും നല്ല മനസ്സ്. വീട്ടിലൊക്കെ ഭാര്യയെ മാറ്റി നിർത്തിയിട്ട് ഇതാ ഇവിടെ എന്തൊക്കെ മണിയുടെ വിതരണ ഇതാ വരുന്നു. പടച്ചോനെ, ഇതെന്താ ഉണ്ടാക്കണത്? ഇത് മാങ്ങാക്കറി ആയിരിക്കും തോന്നുന്നു. അതെ, അതാ നിപ്പിന്റെയൊക്കെ സ്റ്റൈല് കേട്ടാ, മുറുക്കണ. അതെ അതെ, മീൻകറി കേട്ടാ. വീട്ടിലൊക്കെ പാചകം മണിയുടെ പോയാണോ? എന്റെ വൈഫ് നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും. പിന്നെ എനിക്ക് മാങ്ങക്കറി, പിന്നെ മീൻകറി, ബീഫ്, ചിക്കൻ, എല്ലാ കറികളും നന്നായിട്ട് പാചകം ചെയ്യും ഞാൻ. അതൊന്നും സാധാരണ എന്താ പറയാ ഇങ്ങനെ കൈയിലോണ്ട് ഇങ്ങനെ ഇതാണല്ലോ, നമ്മുടെ കൈകൊണ്ട് തന്നെ ചെയ്യുന്ന സാധനങ്ങളാണ് പാചകങ്ങളെല്ലാം. ആരൊക്കെ ഇവിടുന്ന് നമ്മുടെ ക്രൂ ഒക്കെ ചെന്നപ്പോ സെറ്റിൽ തന്നെ മണി ഉണ്ടാക്കിയ മീനിന്റെ ചാറ് കഴിച്ചു എന്ന് പറഞ്ഞു. അതിപ്പോ പറങ്കിമല എന്ന് പറഞ്ഞ പടത്തിന്റെ സെറ്റിലായിരിക്കും കഴിച്ചിട്ടുണ്ടാവും. അതെ അല്ലേ? മോഹൻചേട്ടനെ കഴിച്ചിട്ടുണ്ടായിരിക്കും. മോഹൻചേട്ടൻ നമ്മുടെ സ്വന്തം എന്താ പറയാ, എന്നെ ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളാ. മണിയെ വഷളാക്കുന്ന ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴെനിക്ക് മനസ്സിലായി മോഹൻചേട്ടനാണ്. മനസ്സിലായി. മണിയുടെ മിമിക്രി നമ്പറുകൾ വളരെ പ്രസിദ്ധമാണ്. ഒരുപക്ഷെ മണിക്ക് ഇഷ്ടപ്പെട്ട ഒരു മിമിക്രി നമ്പറും കൂടെ കാണിക്കാതെ നമുക്ക് ഈ ഇന്റർവ്യൂവിന്റെ അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു മിമിക്രി നമ്പർ. നേരത്തെ പ്രസാദേട്ടൻ പറഞ്ഞ മാതിരി പ്രസാദേട്ടനെ പറ്റി പറയേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് കലാഭവന്റെ ഒരു റൂമുണ്ട്. ആ റൂമിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വയലിൻ ഇതൊക്കെ പഠിക്കണ സ്ഥലമാണ്. അവിടെ പോയിട്ട് എന്നെ കണ്ടപ്പോഴേ, എന്റെ രൂപം കണ്ടപ്പോഴേ തന്നെ ഇവർക്ക് താല്പര്യപ്പെട്ടില്ല. കാരണം സ്റ്റേജിൽ നിർത്താൻ കൊള്ളാത്ത ആളാന്ന് മനസ്സിലായി. കാരണം ഒരു ജുബ്ബിട്ട് കഴിഞ്ഞാൽ ഹാങ്കറിൽ തൂക്കിയിട്ട പോലെയാ. ജുബ്ബ ഏതാ ആളായെന്ന് അറിയാൻ പറ്റില്ല. ജുബ്ബ മാത്രം കാണും, ആള് കാണില്ല. അപ്പൊ അന്ന് പോയി ഞാൻ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോളിമ്പലിന്റെ ശബ്ദം ഞാൻ എടുത്ത്. ആ ശബ്ദം കേട്ടിട്ട് കലാഭവന്റെ അച്ഛൻ ആബേലച്ഛൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇതാരാ ഈ ശബ്ദം എടുത്തേ? ഇയാളാന്ന് പറഞ്ഞു. ഇയാളോ? ഒന്നും കൂടി നോക്കി കാണാണ്ട്. അന്ന് എടുത്ത ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു കോളിമ്പല്. ഈ ശബ്ദമാണ്. പക്ഷെ ആ ശബ്ദം അച്ഛന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, ഇയാളെ ഈ കോളിംഗ് ബെല്ലാണ് മണിയെ രക്ഷപ്പെടുത്തി. കുറെ കാര്യങ്ങളുണ്ട്. അതുകൂടാതെ കണ്ട് ഇന്നിവിടെ കുടിച്ച് കളിക്കുന്ന കുറെ റോളുകൾ എല്ലാവരും കാണിക്കാറുണ്ട്. ഫിറ്റായിട്ട് കുറെ ആൾക്കാരുണ്ട്. ഇന്നത്തെ വെച്ചാൽ ഇതാണ്. ഇന്ന് പറ്റായ സാധനം. ഇതാണ്. പക്ഷെ ഞാൻ അന്ന് കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് സ്റ്റേജിൽ നിന്ന്, അതായത് ഓഡിയൻസിന്റെ ഉള്ളിൽ നിന്ന് കയറി വന്ന് ഒരു ഫിറ്റായിട്ടുള്ള ആള് സ്റ്റേജിൽ വന്ന് കാണിക്കുന്നത് ഞാനായിരുന്നു. കൊച്ചിൻ കലാഭവന്റെ പ്രോഗ്രാം ടൗൺ ഹാളിന്റെ അടുത്ത് നടക്കുമ്പോൾ അച്ഛൻ, ഫാദർ ആബേലച്ഛൻ പരിപാടി കാണാൻ വന്നിരിക്കുക. അപ്പൊ ഞാൻ ഓഡിയൻസിൽ നിന്ന് കയറി വരാ. കലാഭവന്റെ ഫാദർ ആബേല് പഠിക്കണങ്ങട്. അച്ഛൻ നേരെ ഇരുന്നിട്ട് ഓടി. അച്ഛൻ വിട്ടടിച്ചു പോയി. അച്ഛന്റെ ധാരണ യഥാർത്ഥത്തിൽ ഒരാൾ വരാന്നാ. അതിന്റെ പിറ്റേ ദിവസം മാഹിയിൽ പ്രോഗ്രാമിന് പോയപ്പോ ജനങ്ങൾ എന്നെ ശരിക്കിട്ടിടിച്ചു. ഓഡിയൻസിനുള്ളിൽ നിന്ന് കയറി വരുമ്പോ നമ്മുടെ സ്റ്റേജിൽ നിന്ന് തന്നെ നമ്മുടെ കലാകാരന്മാര് പറയും, ഞാനിവിടുന്ന് ഒച്ചെടുക്കും, എന്നിട്ട് അവിടെ നടക്കണേ. അപ്പൊ സ്റ്റേജിൽ നിന്ന് പറയും, ഏതോ ഒരു കുടിയൻ പ്രശ്നം ഉണ്ടാക്കേണ്ട, അദ്ദേഹത്തെ പിടിച്ചു മാറ്റാതെ കണ്ട് പ്രോഗ്രാം നടക്കില്ല എന്ന് പറയും. കമ്മറ്റിക്കാർ വന്ന് ഇടിച്ചിട്ട് ചുണ്ടകില് ഈ സൈഡ് ഇതിങ്ങനെ ഒരു രസം ഉണ്ടായില്ലേ? അതെന്ത് മറ്റേ അലാസ്റ്റിക് പോലെയായി. മറ്റന്മാര് സ്റ്റേജിൽ ഇരിക്കുന്ന വിദ്വാന്മാര് ബോധപൂർവ്വം രണ്ട് കിട്ടി. അതുകൊണ്ടല്ല, അല്ല, നമ്മുടെ ഐറ്റാണത്. പിന്നീടാണ് ഞാൻ സ്റ്റേജിൽ കയറിയപ്പോഴാണ് അറിയണത് എന്നാണ്. ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആബാലച്ചന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ മണിക്ക് ഇടി കിട്ടി, അവിടുന്ന് ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു. അന്നേ ഇടി കൊണ്ടുകൊണ്ടിരിക്കുക. അച്ഛൻ പറഞ്ഞു, എന്നെ ചതിച്ച ആളാ, ഇടി കൊള്ളണം, കിട്ടട്ടെ. ഒരു അച്ഛൻ എഴുന്നേറ്റ് ഓടാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അതുപോലെ മണിയുടെ മറ്റൊരു ട്രേഡ് മാർക്ക് ഉണ്ട്. അതിപ്പോ ഒരാൾ പറയും, മണിയുടെ പഴയ ആ ചിരിയുടെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ആ ചിരി മണി ആദ്യമായിട്ട് ചിരിച്ചത് കിരീടമില്ലാത്ത രാജക്കന്മാരിലാണ്, ഓർമ്മയില്ലേ?
മണി തന്നെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ചിരിയാണത്. ആ ചിരി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു മണി ചെയ്യാം, മണി ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുകൊണ്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചിരിയാണത് കിരീടമില്ലാത്ത രാജകുമാരനിൽ. ഇപ്പൊ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് നാളായില്ലേ മണി അങ്ങനെ ചിരിച്ചിട്ട്, പ്രേക്ഷകരൊന്ന് കേൾക്കട്ടെ ആ ചിരി. അൻസാർക്കരൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അന്ന് മെറ്റഡോർ ടംബിയാണ് പ്രോഗ്രാമിന് പോകുമ്പോ അൻസാർക്ക് ഫ്രണ്ടിലുണ്ടാവും. അൻസാർക്ക് നൈറ്റിയുടെ ബിസിനസ് ഉണ്ടായിരുന്നു. നൈറ്റി അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് ചാലക്കുടിയിൽ കുറേ ബിസിനസ് ചെയ്തു. അപ്പം ബ്രേസറും നൈറ്റി എല്ലാം എല്ലാ സംഭവങ്ങളും എന്താ ചെയ്യാൻ പറ്റുന്ന ജീവിക്കണ്ടേ. മണി, ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എത്ര വേണമെങ്കിൽ അധിക സമയം ഇങ്ങനെ ഇരുത്തി വിഷമിപ്പിക്കണ്ടായില്ല. ഒരിക്കലും വിഷമിക്കുന്ന ആളല്ല ഞാൻ. പ്രേക്ഷകർക്ക് മണിയോടുള്ള സ്നേഹം കൊണ്ട് എന്നോട് ചോദിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതിൽ ചില ചോദ്യങ്ങൾ വേണമെങ്കിൽ മണിക്ക് വിചാരിക്കാം എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല സാർ. ഞാൻ ഒന്നാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രോഗ്രാം കണ്ട് നമ്മൾ സിനിമയിൽ ഇപ്പൊ ലാലേട്ടനും മമ്മൂക്കൊക്കെ അഭിനയിക്കുന്ന പോലെ ആകാംക്ഷയോട് കണ്ടിരിക്കുന്ന ആളാ. സാറ് പറയുന്ന വാക്കുകളും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ പയ്യെ പൊങ്ങുക. കുഴപ്പമില്ല. അല്ല, അതൊക്കെ നമ്മള് മണിയെ ഇഷ്ടപ്പെടുന്ന മണിയുടെ പ്രേക്ഷകരോട് മണിക്ക് എന്താ പറയാറുള്ളത്? ഒരു കാരണവശാലും ഞാൻ ഒരു തെറ്റിനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. എന്താ പറയാ, ഈ കഷ്ടകാലങ്ങള് ഓട്ടർഷ വിളിച്ച് വീട്ടിലേക്ക് വരാം. എന്നെ വളർത്തിയത് എന്റെ നാട്ടുകാരും എന്റെ മാന്യ പ്രേക്ഷകരും എല്ലാവരുമാണ്. അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയാണ്, ഞാൻ ഒരു തെറ്റിനും പോയിട്ടില്ല, ഇനി പോവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല, അങ്ങനൊന്നും ചെയ്തിട്ടുമില്ല. മണിയെ അംഗീകരിക്കുന്നവരാണ് നമ്മുടെ പ്രേക്ഷകർ. മണി എന്റെ കൂടെ ഈ അഭിമുഖത്തിന് ഇരിക്കുന്നത് തന്നെ പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടാണ്. തീർച്ചയായിട്ടും മനസ്സ് തുറന്ന് ഒന്ന് പാടിയിട്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഒരു പാട്ടിലൂടെ മണി. என் வீட்டு தோட்டத்தில் பூவெல்லாம் கெட்டுப்பார், என் வீட்டு ஜன்னல் கம்பி எல்லாமே கெட்டுப்பார். என் வீட்டு தோட்டத்தில் பூவெல்லாம் கெட்டுப்பார், என் வீட்டு ஜன்னல் கம்பி எல்லாமே கெட்டுப்பார். ഇത് ശരിക്കും പറഞ്ഞ ഒറിജിനല് ஐயப்பா ஹரே ஐயப்பா பாகிமாம், ஐயப்பா ஹரே ஐயப்பா பாகிமாம். என் வீட்டு தோட்டத்தில் பூவெல்லாம் கெட்டுப்பார், என் வீட்டு ஜன்னல் கம்பி எல்லாமே கெட்டுப்பார். ஒட்டகத்தை கட்டிக்கோ, ஒட்டகத்தை கட்டிக்கோ, ஒட்டு வச்ச மொட்டுக்காரி. ஒட்டகத்தை கட்டிக்கோ, ஒட்டகத்தை கட்டிக்கோ, ஒட்டு வச்ச மொட்டுக்காரி. കുയിലിന തേടി കുതിച്ചു പായും മാറാം, അനിയത്തി പ്രാവിന് പ്രിയം നൽകും ചെറുമണി സുഖമുള്ള നോവ്. മണിയെ ഞങ്ങൾക്ക് വിടണമെന്ന് ആഗ്രഹമില്ല. മണി ഞങ്ങൾക്ക് ഈ സ്റ്റേജിൽ തന്നെ ഒരുപാട് നേരം ഒരുപാട് ദിവസങ്ങൾ വേണമെന്നതാണ്. പക്ഷെ മണി ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചത് കാരണം എന്ന് വെച്ചാല് എന്താ പറയാ, മണീനെ ഇനിയും ഞങ്ങൾക്ക് വേണം. ഒന്നുകൊണ്ടും മനസ്സ് വിഷമിക്കരുത്. മണിയുടെ കൂടെ ഞങ്ങൾ ഉണ്ട് മണി കേട്ടോ.